ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വരുന്നത് എൻ്റെ ഫീൽഡിലെ, ഞാൻ പ്രൊഫഷണലി ഒരു ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ ഫീൽഡിലുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അതായത് പൊതുവെ പേഷ്യൻസിൻ്റെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ, സമൂഹത്തിലുള്ള ഏതൊരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുടെ ഇടയിൽ പോലുമുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു അർദ്ധ തെറ്റിദ്ധാരണയാണ് ക്ലീനിങ്ങിനെ കുറിച്ചുള്ളത്. അതിൽ അർദ്ധ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാരണം, ഈ ആൾക്കാർ വിശ്വസിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള കാരണം, അല്ലാതെ വെറുതെ അങ്ങനെ തോന്നുന്നതല്ല. അതിൽ ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഞാൻ നമ്പറിട്ട് 5 കാര്യങ്ങളും അതിനുള്ള റീസൺസുമാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, പല്ലിൻ്റെ ഇനാമൽ പോകും, പല്ല് കേടുവരും, പല്ല് പുളിക്കും എന്നുള്ള ആ ഒരു ധാരണയാണ്. ആ ഒരു തെറ്റിദ്ധാരണ എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, ധാരണയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഴുക്കിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ അറിയാതെ പോകും. അഴുക്ക് പോകുന്നതോടുകൂടി ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അനുഭവിക്കേണ്ടി വരും. അത് ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരുപാട് ദിവസം കുളിക്കാതെ പെട്ടെന്നൊരു ദിവസം പോയി കുളിച്ചാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് ചിലപ്പോൾ ഒരാഴ്ച പനിച്ച് കിടപ്പിലായെന്ന് വരാം. അങ്ങനെ കിടപ്പിലായ ഒരാൾ എണീറ്റിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആരും കുളിക്കരുത്, കുളിച്ചാൽ പനിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ക്ലീൻ ചെയ്താലുള്ള ബുദ്ധിമുട്ടുകൾ. പനിക്കുമെന്ന് പേടിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുന്നതും പുളിക്കുമെന്ന് പേടിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്താൽ പിന്നെയും ചെയ്യേണ്ടി വരും എന്നാണ് പൊതുവെ പറയാം. ഈ ഭൂമിയിലോ ഈ പ്രപഞ്ചത്തിലോ ഒരു കാര്യം പോലും ഒരു പ്രാവശ്യം കൊണ്ട് അവസാനിക്കുന്നതായിട്ടില്ല. നമുക്ക് പനി വരുന്നു, 6 മാസം കഴിഞ്ഞാൽ വീണ്ടും പനിച്ചേക്കാം. നമുക്ക് വയറിന് പ്രശ്നം വരുന്നു, ചിലപ്പോൾ പിന്നെയും വന്നേക്കാം. നമുക്ക് എന്ത് അസുഖങ്ങളും നമുക്ക് പിന്നെയും വന്നേക്കാം. ഇനി അസുഖങ്ങളെല്ലാം, നമ്മളെ കൈ മുറിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു, അതേ കൈ പിന്നെയും മുറിഞ്ഞേക്കാം. പിന്നെ നമ്മൾ നിലം തുടക്കുന്നു, അസുഖങ്ങളല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നിലം തുടക്കുന്നു, പിന്നെയും തുടക്കേണ്ടി വരുന്നു, കുളിക്കുന്നു, കാറ് കഴുകുന്നു, എല്ലാം നമുക്ക് പിന്നെയും ചെയ്യേണ്ടി വരുന്നു. അത് ഒരിക്കൽ ചെയ്തത് കൊണ്ടല്ല പിന്നെ ചെയ്യേണ്ടി വരുന്നത്. അത് ഇന്ന് ചെയ്യുന്നവനെ നാളെയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മൂന്നാമത്തതായിട്ട് പറയാനുള്ളത്, ചില ആൾക്കാർ പറയാം മുമ്പുള്ളതിനേക്കാളും അഴുക്ക് കൂടി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അഴുക്കിൻ്റെ മുകളിൽ അഴുക്ക് പിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കില്ല. പക്ഷേ ക്ലീനായ സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത് അഴുക്ക് വന്നാൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ടുള്ള ഒരു ധാരണയാണ് അഴുക്ക് കൂടി എന്ന് ആൾക്കാർക്ക് തോന്നാനുള്ള കാരണം. പിന്നെ ഉള്ളത്, പൊതുവെ ആൾക്കാർ പറയാം ഗ്യാപ്പൊന്നുമില്ലാത്ത പല്ലായിരുന്നു, ക്ലീനിങ്ങിന് ശേഷം, ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യമേ ഉള്ള ഗ്യാപ്പുകൾ അഴുക്ക് വന്ന് അടഞ്ഞിട്ടുണ്ടാവും. ആ അടഞ്ഞ സ്ഥലങ്ങൾ അഴുക്ക് പോകുമ്പോൾ നമുക്ക് വെളിവായി കാണും. അപ്പോൾ നമ്മൾ ആ അഴുക്ക് പോകുമ്പോൾ ആ ഗ്യാപ്പ് വെളിവാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലെ വിഷയം. വേറെ പുതിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല. അടുത്ത കാര്യം, വളരെ അപൂർവമായിട്ട് ചില കേസിൽ പറയും കുറച്ച് ഇളക്കമുള്ള പല്ലായിരുന്നു, അത് ക്ലീൻ ചെയ്തപ്പോൾ നല്ലോണം ഇളകിപ്പോയി എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ, അഴുക്കിൻ്റെ ബലം കൊണ്ട് മാത്രം നിൽക്കുന്ന പല്ലുകൾ അഴുക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ചിലപ്പോൾ ഇളക്കം കൂടിയെന്ന് വരാം, അഴുക്കിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന പല്ലുകളുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ലോജിക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവേ ചോദിക്കുന്ന പേഷ്യൻസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരാഴ്ച 10 ദിവസമോ പല്ല് പുളിക്കുന്നതാണോ, ഒരു കൊല്ലം കൊണ്ട് പല്ലിളകി പോകുന്നതാണോ നല്ലതെന്നാണ് ചോദിക്കുക. അതായത് മോണരോഗമാണ് ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത്. അതൊരിക്കലും വേദന വരുന്നൊരു അസുഖമല്ല. അത് തന്നെയാണ് അതിൻ്റെ ശാപവും. വേദന വരുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും. ഇത് വായിക്ക് സ്മെല്ല് വരിക, വായിന്ന് ബ്ലഡ് വരിക, പിന്നെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ബ്ലഡ് അയിമൽ കാണുക, ഇങ്ങനെയൊക്കെയുള്ള നിസ്സാര പ്രശ്നങ്ങൾ മാത്രമേ അയിമ ഉണ്ടാവുള്ളൂ. അങ്ങനെ മോണരോഗം വന്ന് കേടില്ലാത്ത പല്ലുകൾ ഇളകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് 19-21 വയസ്സുള്ള കേസിൽ പോലും അങ്ങനെ പല്ലിളകിയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ക്ലീനിങ് ചെയ്യണമെന്ന് പറയുന്നത്. അഴുക്കുള്ളവർ എത്ര ഫ്രീക്വൻ്റായിട്ടാണ്, എത്ര സമയത്തിലാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ അഴുക്കിനനുസരിച്ചായിരിക്കും അത് വരിക. ചില ആൾക്കാർക്ക് അഴുക്ക് പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് 3 മാസം ചെയ്യേണ്ടി വരും. അഴുക്ക് വരാത്തവരാണെങ്കിൽ അവർക്കത് കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 കൊല്ലത്തിലൊരിക്കലോ ചെയ്താൽ മതിയാകും. അപ്പോൾ ചെക്കപ്പ് ഇടയ്ക്ക് ചെയ്യുക, അഴുക്ക് എന്നാണോ ഉള്ളത് ക്ലീൻ ചെയ്യുക. ഇതിൽ ഈ ഉമിനീരിൽ നിന്നുണ്ടാകുന്ന അഴുക്കാണ് ഇതിലെ പ്രധാന ഘടകം. ചില ആൾക്കാർ പറഞ്ഞില്ല, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, പാൻപരാഗില്ല, ഒരു ദുശീലങ്ങളും എനിക്കില്ല, എന്നിട്ടും എനിക്ക് അഴുക്ക് വന്നല്ലോ എന്ന് പറയും. അത് ഉമിനീരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അഴുക്ക് വരുന്നത് മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് മ്യൂക്കസ് സലൈവേഷൻ ആയിരിക്കും കൂടുതൽ, എന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഉമിനീര് കൂടുതലുള്ളവരാണെങ്കിൽ അവർക്ക് അഴുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വാട്ടറി തിന്നായിട്ടുള്ള സീറസ് ടൈപ്പ് ഉമിനീരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ തെറ്റല്ല, നമ്മുടെ ഉമിനീരിൻ്റെ നേച്ചറാണ്. പക്ഷേ ഉള്ള അഴുക്കും കൊണ്ട് നടക്കുന്നത് നമ്മുടെ തെറ്റാണ്. അങ്ങനെ ആകുമ്പോൾ പല്ല് ഇളകിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കുക. ഹാവ് എ നൈസ് ഡേ.